ഹലോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വേറൊരു കൺസേണുമായിട്ടാണ്. നമ്മളുടെ നാട്ടില് ഈ ഓരോരോ ക്ലാസ്സുകൾ ഉണ്ടല്ലോ. ഫസ്റ്റ് എ, ഫസ്റ്റ് ബി, 2A, 2B, 6A, 6B, 10A, 10B, അങ്ങനെയുള്ള പല ക്ലാസ്സുകളും കുറെ ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ്, 30+ സ്റ്റുഡൻസ്, 35 സ്റ്റുഡൻസ് ഓരോരോ ക്ലാസ്സിലിരിക്കും. ആൻഡ് ദ ടീച്ചേഴ്സ് വിൽ ബി ഗോയിങ് ടു ദ റെസ്പെക്റ്റീവ് ക്ലാസ്സസ് ടു ടേക്ക് ദിയർ സബ്ജക്ട്സ്. അല്ലേ? നമുക്ക് എന്തുകൊണ്ടൊന്ന് മാറ്റി ചിന്തിച്ചുകൂടാ? അതായത് നമ്മൾ ഈ ഫോറിൻ കൺട്രീസിലൊക്കെ കാണുന്നത് പോലെ കുട്ടികൾ സ്കൂളിലോട്ട് വരുന്നു, ഒരു വാർഡ്രോപ്പ് പോലെയുള്ള സംഭവത്തില് അവരുടെ ബാഗുകളും മറ്റാവശ്യ വസ്തുക്കളും എല്ലാം കൂട്ടി വെച്ചിട്ട് തിരിച്ച് അവർക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാത്രം എടുത്തിട്ട് സബ്ജക്ട് വൈസ് ഉള്ള ക്ലാസ്സുകളിലേക്ക്, അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ ഫസ്റ്റ് എ, ഫസ്റ്റ് ബി അല്ലാതെ ഇംഗ്ലീഷിന് ഒരു ക്ലാസ്, ഓരോ ടീച്ചേഴ്സിനും ഓരോ ക്ലാസ്സുകൾ. ഇപ്പം ഞാൻ ഇംഗ്ലീഷാണ് എടുക്കുന്നതെങ്കിൽ ഇംഗ്ലീഷിനായിട്ട് ഒരു ക്ലാസ്. അപ്പൊ ഞാൻ എടുക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾ അങ്ങോട്ടേക്ക് വരണം. അതുകൊണ്ട് 2-3 ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഒന്നാമത്തെ കാര്യം, അവർ ഈ ക്ലാസ് മാറി മാറി കയറുന്നത് കൊണ്ട് അവരുടെ ഒരു ടയേർഡ്നെസ് മാറി കിട്ടും. അവര് ക്ലാസ്സിന്റെ വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് കിട്ടും. അടുത്ത ക്ലാസ്സിലോട്ട് പോകുന്നതിലേക്ക് അവർക്ക് കുറച്ച് നടക്കാനുണ്ടല്ലോ. അപ്പോൾ നടക്കുന്ന സമയത്തിനുള്ളിൽ അവരൊന്ന് റിഫ്രഷ് ആവും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അവര് ഒരേ സ്ഥലത്ത് ഒരു വർഷം ഫുള്ളായിട്ട് നമ്മള് ബെഞ്ച് റൊട്ടേഷൻ ഉണ്ടെങ്കിൽ പോലും ഇത് എന്റെ പെർട്ടിക്കുലർ പ്ലേസ് ആണ് എന്ന് പറയാനായിട്ട് അവർക്കൊരു പ്ലേസ് ഉണ്ടാവില്ല. അവർ ഓരോ സ്ഥലവും ഓരോ സമയത്തും വന്ന് കയറിയിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിരിക്കാം. അപ്പൊ അവരുടെ വ്യൂ പോയിന്റും നല്ലോണം ഒന്ന് മാറിക്കിട്ടും. അപ്പോ എന്തുകൊണ്ട് നമ്മളുടെ സ്കൂളുകളിൽ അങ്ങനെ ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്തുകൂടാ? അവർക്ക് കഴിക്കാനാണെങ്കിൽ ക്യാൻറ്റീൻ പോലുള്ള ഏരിയകൾ എന്തായാലും നമ്മുടെ സ്കൂളുകളിൽ അവൈലബിൾ ആണ്. അപ്പൊ കഴിക്കാൻ അവിടെ പോയിരിക്കാം. പിന്നെ അവർക്ക് ലെഷർ ടൈമില് PT ഗ്രൗണ്ട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും ലൈബ്രറിയിൽ പോയിരിക്കാം. എന്തുകൊണ്ട് അങ്ങനെ ഒരു ഇംപ്ലിമെന്റേഷൻ നമ്മളുടെ സ്കൂളുകളിൽ വന്നുകൂടാ? അതാണ് ഇന്നത്തെ എന്റെ ചോദ്യം.